പാർലമെന്റും പ്രധാനമന്ത്രിക്ക് പുതിയ വസതിയും കോടികൾ മുടക്കി നിർമ്മിക്കാനുള്ള പണം സർക്കാരിന്റെ കയ്യിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ഗ്രാമങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ഒരു നല്ല സ്കൂൾ നിങ്ങൾക്ക് നിർമ്മിച്ചുകൂടാ? ഈ ചോദ്യമാണ് കേട്ടോ ഇന്ന് രാജ്യത്തെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം ചോദിക്കുന്നത്. ജന്തർ മന്ദർ സമരത്തിന്റെ വിജയത്തിനു പിന്നാലെ കോക്രോച്ച് ജനതാ പാർട്ടി അതായത് CJPയുടെ നേതൃത്വത്തിൽ ജൻ ആൽഫ തലമുറ സ്കൂൾ തീ കരോ എന്ന പേരിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ തെരുവിലാണ്. സ്കൂളുകളിൽ അധ്യാപകരുടെ കുറവും ചോർന്നൊലിക്കുന്ന ക്ലാസ് മുറികളും ഹോസ്റ്റൽ സൗകര്യങ്ങളുടെ തകർച്ചയും ചിലയിടങ്ങളിൽ സ്കൂളിലേക്ക് പോകാൻ റോഡ് പോലും ഇല്ലാത്ത അവസ്ഥയുമാണ് നിലവിലെ ഇന്ത്യൻ ഗ്രാമീണ വിദ്യാഭ്യാസ സംവിധാനമെന്ന് ഒരിക്കൽ കൂടി തെളിവ് സഹിതം പുറത്തായ ഒരു സന്ദർഭം കൂടിയാണ് കേട്ടോ ഇത്. സ്കൂളിൽ അധ്യാപകനില്ലാത്തതും ഹോസ്റ്റൽ സൗകര്യങ്ങളുടെ തകർച്ചയും ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ലക്നൌവിൽ സർവോദയ സ്കൂളിലെ നൂറുകണക്കിന് പെൺകുട്ടികളാണ് തിങ്കളാഴ്ച തെരുവിലിറങ്ങി പ്രധാന പാത ഉപരോധിച്ചത്. കളക്ടർ നേരിട്ടെത്തി ആവശ്യമായ ഉറപ്പുകൾ നൽകിയ ശേഷമാണ് മണിക്കൂറുകൾ നീണ്ട ആ സമരം അവർ അവസാനിപ്പിച്ചത്. 3 മാസം മുമ്പ് സമാന ആവശ്യങ്ങളുമായി ഇതേ സ്കൂളിലെ വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങിയിരുന്നു കേട്ടോ. അന്ന് മന്ത്രി അസീം അരുൺ നേരിട്ടെത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് വാഗ്ദാനവും നൽകിയിരുന്നു. അതിൽ യാതൊരു നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് തിങ്കളാഴ്ച വീണ്ടും അവർക്ക് സമരവുമായി ഇറങ്ങേണ്ടി വന്നത്. ഉത്തർപ്രദേശിലെ ഹമീർപൂരിൽ സ്കൂളിലേക്ക് റോഡില്ലാത്ത കാര്യം ഉയർത്തി വിദ്യാർത്ഥികൾ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയ സംഭവം നാം കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. ദേശീയ പതാക ഏന്തി 5 കിലോമീറ്ററോളം നടന്നാണ് കുട്ടികൾ കളക്ടറേറ്റ് അന്ന് ഉപരോധിച്ചത്. ഇതേ തുടർന്ന് അധികൃതർക്ക് ഉടൻ റോഡ് നിർമ്മിക്കാമെന്ന് വിദ്യാർത്ഥികൾക്ക് വാക്കും നൽകേണ്ടി വന്നു. രാജസ്ഥാനിലും പ്രക്ഷോഭം പടരുകയാണ് കേട്ടോ. അവിടുത്തെ അൽവർ ജില്ലയിൽ സ്കൂൾ കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്നു വീണതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് നിലവിൽ കടന്നിരിക്കുകയാണ്. മധ്യപ്രദേശിലേക്ക് വരികയാണെങ്കിൽ അവിടുത്തെ വിദിശ ജില്ലയിലെ സ്വകാര്യ സ്കൂൾ ബസ് ഓപ്പറേറ്റർമാർ യാത്രാക്കൂലി 10 രൂപയിൽ നിന്നും 25 രൂപയായി വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പെൺകുട്ടികൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിരുന്നു. കുട്ടികളുടെ പ്രതിഷേധത്തെ തുടർന്ന് അധികൃതർ ഇടപെട്ട് ഈ വർധന ഉടൻ തന്നെ പിൻവലിക്കേണ്ടി വന്ന ഒരവസ്ഥയും അവിടെ ഉണ്ടായിട്ടുണ്ട്. ഗ്രാമീണ സ്കൂളുകളുടെ ദയനീയ അവസ്ഥ മാത്രമല്ല കേട്ടോ രാജ്യത്തെ വിദ്യാഭ്യാസ രംഗം നിലവിൽ നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധി. ദേശീയ തലത്തിൽ പരീക്ഷാ നടത്തിപ്പുകൾ ഒന്നാകെ അവതാളത്തിലായിരിക്കുകയാണ്. ചോദ്യക്കടലാസിൽ വ്യാപക പിഴവുകൾ ഉണ്ടായതിനെ തുടർന്ന് UGC നെറ്റിന്റെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി പരീക്ഷകൾ റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെ UGC നെറ്റും തകർന്നത് ഇന്ത്യയുടെ വിശ്വാസ്യതയെ പൂർണ്ണമായും തകർത്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പരീക്ഷ പോലും കൃത്യമായി നടത്താൻ കഴിയാത്ത മോദി സർക്കാരിന്റെ കഴിവുകേട് മൂലം വിദ്യാർത്ഥികൾ കഷ്ടപ്പെടുകയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നത്. NDA ആസ്ഥാനത്തിന് മുന്നിൽ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധങ്ങളാണ് ഇരമ്പിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ പ്രക്ഷോഭങ്ങളെ തുടർന്ന് NDA 50 ഉദ്യോഗസ്ഥരെ പുറത്താക്കിയെന്ന് പറയുന്നുണ്ടെങ്കിലും അതിന്റെ തലപ്പത്തുള്ളവർ ഇപ്പോഴും മാറ്റമില്ലാതെ അവിടെ തന്നെ തുടരുന്നുണ്ട്. ഇത് സർക്കാരിന്റെ ഇരട്ടത്താപ്പല്ലാതെ മറ്റെന്താണ്? ജന്തർ മന്ദർ സമരത്തിന്റെ തുടർച്ചയായി ഉയർന്നു വന്ന നിലവിലെ ഈ യുവജന മുന്നേറ്റം രാജ്യത്തിന്റെ രാഷ്ട്രീയ ദിശയെ തന്നെ മാറ്റിമറിക്കുകയാണ്. ഭരണകൂടങ്ങളുടെ കൊടിയ വഞ്ചനയ്ക്കും വിദ്യാഭ്യാസ തട്ടിപ്പുകൾക്കും എതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ജനാധിപത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷകൾക്ക് കരുത്തു പകരുന്നത് തന്നെയാണ്.